ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് മോദി സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ബഡ്ജറ്റായിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി. ബീഹാറും ആന്ധ്രയും മാത്രമാണ് ബഡ്ജറ്റിൽ ഉൾപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തഴയപ്പെട്ടു. ബീഹാറും ആന്ധ്രയും കോടികൾ കൊണ്ടുപോയി. നിതീഷ് കുമാറും നായിഡുവും അവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക മാത്രമല്ല ചെയ്തത്, ഈ ബഡ്ജറ്റ് അവരുടെ കാൽക്കീഴിൽ കൊണ്ടങ്ങ് വെച്ചു കൊടുത്തു മോദിക്ക് ഇരിക്കണമല്ലോ, കസേരയിൽ ഇരിക്കണമല്ലോ. അതുകൊണ്ട് അവരുടെ കാൽക്കീഴിൽ കൊണ്ടങ്ങ് വെച്ചു കൊടുത്തു. നിങ്ങളാണ് ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. അവര് കോടിക്കണക്കിന്, എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഒരു ബഡ്ജറ്റ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കോടിക്കണക്കിന് ബീഹാറും ആന്ധ്രയും കൊണ്ടുപോയി. കേരളത്തിന് ഒരു രൂപ പോലും ഇല്ല. കേരളത്തിന് ഒരുപാട് കൊണ്ടുവരുമെന്ന് പറയുന്ന നമ്മുടെ ചെറ്റഗോപി, ഇനി ഇയാളെ ഹിറ്റ് ഗോപി എന്ന് വിളിക്കില്ല, തോക്ക് ഗോപി എന്ന് വിളിക്കില്ല, സുരേഷ് ഗോപി എന്ന് വിളിക്കില്ല, ചെറ്റഗോപി കാലം വാരി. ചെറ്റഗോപി നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിച്ചു. കേരളത്തിലെ എയിംസ് കൊണ്ടുവരും, കോപ്പ് കൊണ്ടുവരും, ഇനി കൊണ്ടുവന്ന് കേരളത്തിന് അണ്ണാക്കി തന്നെ ചെറ്റഗോപി കൊടുത്തു. എന്തായാലും ചെറ്റഗോപി ഇപ്പൊ നിശബ്ദനാണ്. എയിംസ് കൊണ്ടുവരാൻ കഴിയാത്തത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 150 ഏക്കർ പോരെ, ഇതൊക്കെ ആരുടെ പറയും. എന്തായാലും കേരളം ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. കേരളത്തിലല്ല, എല്ലായിടത്തും, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന എല്ലായിടത്തും BJP ചെയ്തത് ചിറ്റമ്മ നയമാണ്, തെണ്ടിത്തനമാണ്. ചിറ്റമ്മ നയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്കാരികമായ വാക്കായി പോകും. തെണ്ടിത്തനം തന്നെയാണ്. തമിഴ്നാടിനും വലിയ പ്രയോജനം ഉണ്ടായില്ല, ബംഗാളിനും വലിയ പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ആകെ മൊത്തം പ്രയോജനം ഉണ്ടായത് നമ്മുടെ നിതീഷ് കുമാറാണ്. കൈയിട്ട് വാരായി ഉള്ള പ്രയോജനം ഉണ്ടായി കൊടുത്തു. പിന്നെ നായിഡുവിന് കൈയിട്ട് വാരുകയാണല്ലോ ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ട് രാഷ്ട്രീയം ഇവരെ സംബന്ധിച്ചിടത്തോളം കുതിര കച്ചവടം. എന്തായാലും ഈ രാജ്യസഭാ ബഡ്ജറ്റിനെതിരെ ഇന്ത്യ ഉടനീളം പ്രതിഷേധം ഒരുങ്ങുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധിച്ചത്, ഇന്ത്യ മുന്നണി ശക്തമായി പ്രതിഷേധിച്ചത് അതിന്റെ സൂചനയാണ്. മോദിയെ കിടുകിട വിറപ്പിച്ച് ഇന്ത്യ മുന്നണി പ്രതിഷേധം നടത്തിയിരിക്കുന്നു. രാജ്യമെമ്പാടും പ്രതിഷേധം നടത്താൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. ഇനി കേരളത്തിലെ CPM-നോട് ഒരു വാക്ക്, നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ മോദി സർക്കാരിന്റെ പൊയ്മുഖം വലിച്ചു കീറാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ആ അവസരം പ്രക്ഷോഭങ്ങളിലൂടെ, പ്രതിഷേധങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേരളം വഴുതിപ്പോകും. ഇത് എത്രയോ കാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രകാരൻ എന്ന നിലയിൽ, എത്രയോ കാലത്തെ രാഷ്ട്രീയ കൗതുകങ്ങൾ കണ്ടറിഞ്ഞ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, എത്രയോ കാലത്തെ രാഷ്ട്രീയമായ ചരിത്ര വിഗതികളിൽ കടന്നുപോയ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഒരു ഉപദേശം മാത്രമാണ്. നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കാതെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ വീട്ടിലും കൊണ്ടൊരു സ്ലിപ്പും കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ സംഭവിച്ചത് എന്ന് സംഭവിക്കും CPM അണ്ണന്മാരെ. അതുകൊണ്ട് CPM ആണ് ഇവിടെ കാലോചിതമായി അല്ലെങ്കിൽ കൃത്യമായി പ്രതിഷേധിക്കേണ്ടത്. ആ പ്രതിഷേധം നിങ്ങൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഗോളാക്കാൻ മോദി ഇട്ടു. ഒരവസരം പോലും ഗോവിന്ദൻ മാസ്റ്റർ ഗോളാക്കിയില്ല. താത്വികമായ അവലോകനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ജനം കൈവിടുന്ന അവസ്ഥ. അതിനുള്ള തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത്. CPM-ന് കേരളത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിലൊക്കെ ശക്തമായ പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസുകാരും രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വന്നാൽ മതി. ഈ മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ അവരെ ഭരണത്തിൽ വെച്ചിരിക്കുകയാണ്. VD സതീശനോടും പൊളിറ്റിക്സ് കേരള പറയുന്നു, കേരളത്തിന് നക്കാപ്പിച്ച പോലും കിട്ടാത്തതിന്റെ കാരണം BJP-യുടെ
കൃത്യമായ ഫാസിസ്റ്റ് നയമാണ്. വി ഡി സതീശനൊക്കെ പ്രതിഷേധിക്കാനുള്ള ഒരവസരം, ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ പ്രതിഷേധിക്കൂ, ഞാനത് വാർത്തയാക്കാം. അത് മാത്രമേ എനിക്ക് പറയാം.